ശ്രദ്ധിക്കൂ, നിങ്ങൾ തകർന്നുപോയവരല്ല. നിങ്ങൾക്ക് തളർച്ചയുമില്ല. നിങ്ങൾ ഒരിടത്തും തളച്ചിടപ്പെട്ടിട്ടുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾക്കൊരു പ്രഭാത അച്ചടക്കമില്ല എന്നുള്ളതാണ്. ആ ഒരു കുറവ് നിങ്ങളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം ശരിയായി തുടങ്ങുന്നതിന് മുൻപേ എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രയധികം തളർച്ചയും മടുപ്പും തോന്നുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നത്? വിജയം എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഇത്രയേറെ അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നം നിങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ രാവിലെയുള്ള ശീലങ്ങളാണ്. ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ മുന്നിൽ പ്രധാനമായും 2 തിരഞ്ഞെടുപ്പുകളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന വഴി. മറ്റൊന്ന്, നിങ്ങളെ ഇപ്പോൾ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ തളച്ചിടുന്ന വഴി. നിങ്ങളുടെ പ്രഭാതങ്ങളെ നിങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാൽ ജീവിതം നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുന്ന 5 പ്രഭാതശീലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉണരാൻ ശീലിക്കുക. നിങ്ങൾ പുലർച്ചെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്നല്ല ഇതിനർത്ഥം. മറിച്ച് നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തിൽ കൃത്യമായ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഇത് വെറും ഒരു സമയത്തിൻ്റെ കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ്. നിങ്ങളുടെ എഴുന്നേൽക്കുന്ന സമയം നിങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കീഴടക്കുന്നത്. നിങ്ങൾ അവിടെ ആ അലാറത്തെ കീഴടക്കുകയല്ല, പകരം നിങ്ങളുടെ മനസ്സിനെ അച്ചടക്കത്തോടെ ഇരിക്കാൻ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസം മുതൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും. അച്ചടക്കമുള്ള ഒരു പ്രഭാതം നിങ്ങളുടെ ദിവസം മികച്ച രീതിയിൽ തുടങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുൻപായി, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ജീവിതം ഒരുമിച്ച് മെച്ചപ്പെടുത്താം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രാവിലെ ഉണർന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുക. മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റയുടൻ ഫോണിലെ നോട്ടിഫിക്കേഷനുകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും നോക്കി തങ്ങളുടെ വിലപ്പെട്ട പ്രഭാതം നശിപ്പിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം മറ്റാരോ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ഊർജം ചോർന്നു പോകുന്നു, ചിന്തകൾ അവ്യക്തമാകുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് കഠിനമായി അനുഭവപ്പെടുന്നത്. അതിനു പകരം നിങ്ങളുടെ കിടക്ക വിരിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്പം സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രമിക്കുക. ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ആ ദിവസം മുഴുവൻ ജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. മൂന്നാമതായി, നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരിടത്ത് തന്നെ ഇരിക്കുകയും ഫോൺ നോക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾ ആലോചിക്കും. വ്യായാമം എന്നത് വെറും ഫിറ്റ്നസ് നിലനിർത്താൻ മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഉണർത്താനുള്ള ഒരു മാർഗമാണ്. 10 പുഷപ്പുകളോ അല്പം സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു നടത്തമോ ആകട്ടെ, ശരീരം അനങ്ങുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിലെ സിസ്റ്റം ഉണരും. ശരീരത്തിൽ എൻഡോർഫിനുകൾ നിറയും, ഓക്സിജൻ ലഭ്യത കൂടും, നിങ്ങളുടെ ഊർജം ഇരട്ടിക്കും. നിങ്ങൾക്ക് വ്യക്തമായ ചിന്തകൾ വേണമെന്നുണ്ടെങ്കിൽ ശരീരം ചലിപ്പിക്കണം. ഊർജം വേണമെന്നുണ്ടെങ്കിൽ ശരീരം അനങ്ങണം. ചലനമാണ് നിങ്ങളുടെ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കൂ, അങ്ങനെ നിങ്ങളുടെ ദിവസത്തെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നാലാമതായി, പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ ധാരാളമായി ഉൾപ്പെടുത്തുക. മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധ കുറയ്ക്കുകയും പെട്ടെന്ന് തളർച്ചയുണ്ടാക്കുകയും ചെയ്യും. മധുരം നിങ്ങൾക്ക് ഒരു താൽക്കാലിക ഉണർവ് മാത്രമേ നൽകൂ, എന്നാൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ദീർഘനേരത്തേക്ക് നിയന്ത്രണം നൽകുന്നു. അത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിലനിർത്തുകയും പേശികൾക്ക് ബലം നൽകുകയും മനസ്സിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുകയും ചെയ്യുന്നു. അത് തൈരോ പ്രോട്ടീൻ ഷേക്കോ അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയോ ആകട്ടെ. നിങ്ങളുടെ ശരീരത്തെ ഒരു മെഷീൻ പോലെ പരിഗണിക്കുക, അതൊരു വേസ്റ്റ് ബിൻ അല്ലെന്ന് ഓർക്കുക.
നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുന്നില്ലെങ്കിൽ ലോകവും നിങ്ങളെ വിലമതിക്കില്ല എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി, ഏറ്റവും പ്രയാസമേറിയ ജോലി ആദ്യം ചെയ്തു തീർക്കുക. മിക്കവരും രാവിലെ തന്നെ ഇമെയിലുകൾ നോക്കിയും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയച്ചും തങ്ങളുടെ വിലപ്പെട്ട സമയം കളയാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ ഏറ്റവും കൂടുതലുള്ളത് രാവിലെയാണ്. ഓരോ ചെറിയ തീരുമാനങ്ങളും നിങ്ങളുടെ ഊർജം ചോർത്തും. അതുകൊണ്ട് ഇമെയിലുകളിലേക്കോ മീറ്റിങ്ങുകളിലേക്കോ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് ഒഴികഴിവുകൾ കണ്ടെത്തുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ കഠിനവുമായ ആ ജോലി ചെയ്തു തീർക്കുക. നിങ്ങൾ ഇത്രയും കാലം എന്തിനാണോ മടിച്ചു നിന്നത് ആ കാര്യം ആദ്യം ചെയ്യുക. അതാണ് നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഇവ വെറും ശീലങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭാവി ഓരോ ഇഷ്ടികയായി കെട്ടിപ്പടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. നിങ്ങൾക്ക് വേണ്ടത് വെറും പ്രചോദനമല്ല, മറിച്ച് ശീലങ്ങളുടെ ആവർത്തനമാണ്. ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ വജ്രം പോലെ കാത്തു സൂക്ഷിക്കുക. വൈകാരികമായി ചിന്തിക്കാതെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക. അച്ചടക്കം നിങ്ങളെ നയിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായതല്ല. അതാരും കാണാത്ത ഓരോ പ്രഭാതങ്ങളിലും നിങ്ങൾ പടുത്തുയർത്തുന്നതാണ്.